ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് 4 സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്നവരെല്ലാവരും 1ഉം 2ഉം 3ഉം ഒക്കെ കണ്ട് കറക്റ്റായിട്ടെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നേക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ എടുത്തു പറയുകയാണ്, നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഒരു വിധം എൻഡിങ്ങിൻ്റെ ഒരു ഭാഗത്തോട്ട് കടക്കണം നമ്മൾ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടവർ മാത്രം ഇവിടെ വരിക. കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ പഴയ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടേ തീരൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ എപ്പിസോഡുകൾ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ നമ്മൾ ടെക്സിനെ കുറിച്ചിട്ട് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാൻറ്റം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ടെക്സുകളെ പറ്റിയിട്ട് വേറെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ എങ്ങനെയാണ് ടോക്കണുകൾ മേടിക്കുന്നത്, എങ്ങനെയാണ് ട്രെൻഡിങ്ങിലാവാൻ പോകുന്ന കോയിനുകൾ നേരത്തെ കണ്ടുപിടിക്കുന്നത്, അതിന് ഏതൊക്കെ സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ അനാലിസിസ് ആണ് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ റഗ് ചെക്ക്, അതുപോലെ ബ്ലോക്ക് ചെയിനിൽ കയറിയിട്ട് ആ ഒരു ഡെവലപ്പർ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അതൊന്നും കവർ ചെയ്യുന്നില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടെത്തുന്ന ടോക്കണുകൾ എങ്ങനെയാണെന്ന് പറയുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ആ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ മെത്തേഡ് വീണ്ടും ഇവിടെ എടുത്ത് കാണിച്ച് സമയം കളയുന്നില്ല. കാരണം അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് dexscreener.com ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട്. സൊളാനോ സെലക്ട് ചെയ്തിട്ട് റേഡിയം ആ ഒരു പ്രൊവൈഡറിൽ വന്നിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറേ ടോക്കണുകൾ കാണുന്നുണ്ട്. അതുപോലെ ഈ ടോക്കണുകളുടെ ഏജും കാണിക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിക്കൂറിൽ ട്രെൻഡിങ് ആയിട്ടുള്ള 6 മണിക്കൂറിൽ ഇപ്പോഴത്തെ ഈ ഒരു 6 മണിക്കൂറിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് ടോക്കൺസ് എടുക്കുന്നത്. ഒരു #ടാഗ് വെച്ചിട്ട് ട്രെൻഡിങ് കാണിക്കുന്നത് എപ്പോഴും 30 വരെയുള്ള ടോക്കണുകളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ടോക്കണായിട്ടാണ് ഇവർ കാണുന്നത്. ഇവരുടെ ഒരു റാങ്കിങ് സിസ്റ്റം, ട്രെൻഡിങ് സെക്ഷൻ 30 ടോപ്പായിട്ടുള്ള ഈ 6 മണിക്കൂറിൽ 30 കോയിനുകളാണ് ഇവർ ട്രെൻഡിങ്ങിലോട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ 30 കോയിനുകൾ കാണാം. 30ാമത്തെ ഒരു മാഡ് എന്ന് പറഞ്ഞിട്ടൊരു ടോക്കൺ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ്നിങ് ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്നൊക്കെ നമ്മുടെ ടെക്സിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോക്കൺ ഏകദേശം 5 മാസം പ്രായമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ പ്രൈസ് ചേഞ്ച് 32 മില്യൺ ഉണ്ട്, 30% കയറിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഫസ്റ്റ് എൻ്റെ കണ്ടീഷനുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിനുള്ളിലുള്ള ടോക്കണുകൾ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ എടുക്കാറുള്ളൂ. അതിന് മീതിക്കുള്ളത് എടുക്കാറുണ്ട്. വളരെ അപൂർവം സിറ്റുവേഷനിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ന്യൂസ് കേട്ടിട്ടൊക്കെയാണ് ചെയ്യാറുണ്ട്. കൂടുതൽ ഞാൻ ചെയ്യുന്നത് ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിനുള്ളിലുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ കുറച്ചുകൂടി ട്രെൻഡിങ്ങിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആവറേജ് ഒരു 50 മില്യൺ മുതൽ ഒരു 100 മില്യൻ്റെ ഉള്ളിൽ വരെ വരും. അപ്പോൾ ഈ 50 മില്യൺ മുതൽ 100 മില്യൻ്റെ ഉള്ളിൽ വരുമ്പോൾ അതായത് നമ്മൾ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ളപ്പോൾ ഈ ടോക്കൺ വാങ്ങി അതൊരു 50 മില്യണിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 500% കയറി ഇല്ലേ. 500% എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ $5 ഒരു ടോക്കൺ മേടിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അത് നമുക്ക് $25 ആക്കി എടുക്കാൻ പറ്റി. പ്രോഫിറ്റ് ഏകദേശം 5 മടങ്ങ് നമുക്ക് ഇരട്ടിക്കാൻ പറ്റി. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു കുറേ കണ്ടീഷൻസുകൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് കോയിൻ നല്ലതാണെന്നോ സേഫ് ആണെന്നോ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ടോക്കണുകൾ മേടിക്കുക. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് മേടിച്ചാലും നമുക്ക് ലോസ് വരും. കാരണം നല്ല രീതിയിൽ എന്താ പറയുക, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലും അവർ നമ്മളെയും ഓവർകം ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളെയും ഓവർകം ചെയ്യാണ്ട് നല്ല രീതിയിൽ പോകുന്നതാണ് ജെന്യൂൻ ആയിട്ടുള്ള കോയിൻ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ ഇപ്പോഴും പാടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നല്ല കോയിനുകൾ കണ്ടെത്തേണ്ടതെന്ന്. അപ്പോൾ ഇതൊന്നും അറിയാത്തവരുടെ കാര്യം ഇതിനും കഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്കറിയുന്നത് പോലെ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കും അറിയാം. അപ്പോൾ നമ്മളൊരു 10 കോയിൻ മേടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, $5 വെച്ചിട്ട് ഒരു $50 വരും ഒരു 10 കോയിൻ മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു 10 കോയിനിൽ ഒരു 3 കോയിനോ 4 കോയിനോ ആയിരിക്കും ഇതുപോലെ, അല്ലെങ്കിൽ 3 കോയിനായിരിക്കും ഇതുപോലെ ഒരു 500% കയറുന്നത്, മനസ്സിലായില്ല. ബാക്കിയുള്ളൊരു 7 കോയിൻ സ്കാം ആവാൻ ചാൻസ് വളരെ കുറവാണ്. എന്നിരുന്നാലും അത് കയറാതെ നമ്മൾ മേടിച്ചതിന് ശേഷം താഴത്തോട്ട് പോയി അവിടെ താഴത്തോട്ട് ആ ഒരു പ്രൈസിൽ ഇങ്ങനെ കുറേ കാലം നിൽക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എത്ര കാലത്തോളം വരുന്ന അറിയില്ല. എനിക്കത് കയറുമെന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 7 കോയിൻ നമ്മുടെ ഫെയിലായി എന്ന് വിചാരിക്കാം. ഏതെങ്കിലും കാലത്ത് പിന്നീട് കയറാം, പക്ഷേ നമുക്ക് സ്കാം ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഈ 7 കോയിൻ്റെ നഷ്ടം എത്രയാണ്? 5 × 7 എത്രയാണ്? $35 നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളൊരു 3 കോയിൻ ഉണ്ട് ഇല്ലേ. ഈ ഒരു 3 കോയിൻ നമുക്ക് 500% വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ എത്രയും നമുക്ക് $75 ഇല്ലേ. ഈ $75 വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലോസ് കവർ ചെയ്യാനും പറ്റി, നമുക്കൊരു പ്രോഫിറ്റും കിട്ടി. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 500% 400% മിനിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഈ 10 കോയിൻ മേടിക്കുമ്പോഴും ഈ 10 കോയിനും ചിലപ്പോൾ ഒരു 100% 200% ഒക്കെ കയറുന്നത് നമ്മുടെ കൺമുന്നിൽ കാണാം. എല്ലാ ടോക്കണും ഒരേ സമയമാണ് 200% കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് സെല് ചെയ്യാം. എന്നാൽ പല കോയിനുകളും 200% 300% വരെ കയറിയിട്ട് താഴത്തോട്ട് നമ്മൾ മേടിച്ച പ്രൈസിനേക്കാളും താഴത്തോട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു 100% കാണുമ്പോഴോ 200% കാണുമ്പോഴോ 300% കാണുമ്പോഴോ ഈ ഒരു ടോക്കൺ സെല്ല് ചെയ്യരുത്. കാരണം നമ്മളവിടെ എടുക്കുമ്പോൾ ഒരു 300% നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ മറ്റു കോയിനുകളൊക്കെ ലോസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ലോസ് കവർ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരു 400% മിനിമം എടുക്കാൻ നോക്കുക. ഓക്കെ, ലോസ് നമുക്ക് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഒരു 400% നിങ്ങൾ ഫസ്റ്റ് എടുക്കാൻ നോക്കുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 300% കാണാം. അതുപോലെ 250% നമ്മൾ മേടിച്ച 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും 200% കാണാം. അതൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരിക്കലും അത് സെല്ല് ചെയ്യരുത്. അപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള നഷ്ടങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റില്ല നെക്സ്റ്റ് കോയിനുകളുടെ പ്രോഫിറ്റ് കൊണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഞാൻ എങ്ങനെയാണ് കോയിനുകൾ നോക്കി മേടിക്കുന്ന ആ ഒരു സെക്ഷനിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടോക്കണുകൾ അതിൻ്റെ എക്സാമ്പിളുകൾ അതിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിച്ചു തന്നാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഈ ഒരു ടോക്കണിൻ്റെ കാര്യം നമുക്ക് ഫസ്റ്റ് എടുക്കാം. ഈ ഒരു ടോക്കൺ കണ്ടില്ലേ, ഈ 22 ഒക്ടോബർ ഈ ടോക്കൺ കയറി. അതിനുശേഷം ഇതിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇത് ഒരു 80 കേലോട്ട് കയറി. അതിനുശേഷം ഇതാ ഒരു 42,000 അതുപോലെ 72,000 ഡോളറിലോട്ടൊക്കെ മാർക്കറ്റ് ക്യാപ്പ് കയറി. അതിനുശേഷം ഒറ്റയടിക്ക് ഇത് കുതിച്ചു പൊന്തി ഇല്ലേ, ഇത് കുതിച്ചങ്ങ് കയറിപ്പോയി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഓൾ ടൈം ഹൈ, ഇവിടുത്തെ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നു. ഈ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇത് തിരിച്ച് കയറിയത്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് കയറുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒരു 1 മില്യൺ 2 മില്യൻ്റെ ഉള്ളിൽ നമ്മളിത് മേടിക്കാൻ ശ്രമിക്കുക. ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ആ ബ്രേക്ക് ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ അടുത്തായിട്ട്, മനസ്സിലായില്ലേ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് ഇവിടെ ഹൈലൈറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ ഞാൻ നോക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹൈ പോയിൻ്റ് അല്ലേ. ഇതിൻ്റെ ഹൈ പോയിൻ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 100-200% ഉള്ളിൽ ഇപ്പോൾ മേടിക്കാൻ നോക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഇപ്പം തന്നെ 250%. അപ്പോൾ ഞാൻ ഒന്ന് വലുതാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 200-250% ഉള്ളിൽ മേടിക്കാൻ നോക്കുക. അല്ലാതെ നല്ല രീതിയിൽ ഓൾ ടൈം ഹൈയിലോട്ട് മുകളിലോട്ട് കുതിച്ച് പൊന്തിയതിന് ശേഷമല്ലേ മേടിക്കേണ്ടത്. നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ചാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലാണ് നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് ഒരു 200% ഉള്ളിൽ വരെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് നിന്നോട്ടെ, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ കണ്ടീഷൻ. ഇത് ഞാൻ എന്തുകൊണ്ട് ഞാനിത് മേടിക്കണു അല്ലെങ്കിൽ ഇത് മേടിക്കാൻ നോക്കണു എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും ടോക്കൺ ക്രിയേറ്റ് ആയിട്ട്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ടോക്കൺ ക്രിയേറ്റ് ആയിട്ടുള്ള ആ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും മേടിക്കരുത്. കാരണം റഗ് പുള്ള് ചെയ്യാനുള്ള ചാൻസ് ഒരുപാടുള്ള ആ ഒരു ടൈം പീരീഡാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ പേഴ്സണലി ചെയ്യുന്നത് 2 ദിവസമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിരുന്ന സമയത്തുള്ള ഓൾ ടൈം ഹൈ ഉണ്ടല്ലോ, ആ ഓൾ ടൈം ഹൈ പിന്നീട് എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് ആ ഒരു സമയത്താണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം, ഇതൊരു സ്കാം നടത്തുന്ന ടോക്കൺ അല്ല, ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്, അതുപോലെ ഇത് റഗ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ മുന്നേ ചെയ്തു പോയേനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ സേഫായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു ടോക്കൺ ഇനി നമ്മൾ നെക്സ്റ്റ് ഫിൽറ്ററുകളാണ് പറയാൻ പോകുന്നത്. അതിലാണ് ഞാൻ ടോക്കണുകൾ ചൂസ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കുറേ ടോക്കണുകൾ ഇങ്ങനെ വരുന്നതും പോകുന്നതൊക്കെ കാണാം. അപ്പോൾ അതിൽ 2-3 ദിവസത്തിന് ശേഷം, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ, ഡെയിലി ക്യാൻഡിൽ, അതിന് സെക്കൻഡ് ക്യാൻഡിൽ, അതിൽ തേർഡ് ഡേയിലത്തെ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴൊന്നും ഞാൻ മേടിക്കാറില്ല. ആദ്യം മേടിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും ചില സിറ്റുവേഷനിൽ മാത്രമേ മേടിക്കാറുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ കോമൺലി എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ മേടിക്കൽ കുറച്ചു. അതായത് ടോക്കൺ ക്രിയേറ്റ് ആയി 2-3 ദിവസത്തിന് ശേഷം അതൊന്ന് താഴത്തോട്ട് പോകുന്നു. അതായത് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത ദിവസം ഇങ്ങനെ കയറിപ്പോയി. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് ഒന്ന് താഴത്തോട്ട് വന്നു. അതിനുശേഷം ഇങ്ങനെ കുറേ പോയിട്ട് വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്ന ടോക്കണുകളാണ് ഞാനിപ്പോൾ കൂടുതലും മേടിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇതൊരു ആദ്യത്തെ ദിവസമാണെന്ന് വിചാരിക്കും, ഇത് 2ാമത്തെ ദിവസം, ഇത് 3ാമത്തെ ദിവസം. ഇങ്ങനെ 3ാമത്തെ ദിവസം കാണുമ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞു നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കൺസ് മേടിച്ചാൽ മതിയെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും ഇത് കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മേടിക്കുന്നില്ല. ആദ്യം മേടിച്ചിരുന്നു, ഇപ്പം ഞാനത് മേടിക്കുന്നില്ല. കാരണം എനിക്കൊരു താഴത്തോട്ടൊരു കറക്ഷൻ കിട്ടിയതിന് ശേഷം പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോഴാണ് എനിക്കിപ്പോൾ മേടിക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും കൂടുതൽ സക്സസ് റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് എടുത്ത് ചാർട്ടിൽ കാണിച്ച് തന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ഡിഫോൾട്ടാക്കി ഇട്ടിട്ട് ഈ ഒരു ചാർട്ട് ഇവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത ചാർട്ടിലോട്ട് പോകാം. കണ്ടില്ലേ, ഞാൻ ഓരോ ടോക്കണുകൾ അതിൻ്റെ ബ്രേക്ക് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഞാനത് ബുക്ക് മാർക്ക് ചെയ്തിടും. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് അത് ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, അതിന് മുന്നേ ഞാനിത് മേടിക്കാണ്ടായിരുന്ന സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ സാധാരണ ഞാനൊരു ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ട് ആ പേജ് ബുക്ക് മാർക്ക് ചെയ്യും. അതായത് പിന്നീട് അത് സക്സസിലോട്ടായാലും ലോസിലോട്ടായാലും ഞാൻ കയറി നോക്കുമ്പോൾ ഓക്കെ, ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ടാണ് ഇത് ബൈ ചെയ്ത്, ഇന്നൊരു ഫിൽട്രേഷൻ കണ്ടെത്തിയത് കൊണ്ടാണ് ഇത് ബൈ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. കാരണം എനിക്കത് സക്സസ് ആകുമ്പോൾ ആ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നെക്സ്റ്റ് ടൈമിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസ് ആകുമ്പോൾ ആ ഒരു കണ്ടീഷൻ നെക്സ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാനിങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇത് പഠിച്ച് സക്സസ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ പുതിയ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ പഠിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ ഒരു ടോക്കൺ കണ്ടില്ലേ, ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയ ഒരു ദിവസം തന്നെ ഏകദേശം 1.79
മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് പോയി. അപ്പോൾ രണ്ടാമത്തെ ദിവസം അത് താഴോട്ട് പോയി. പിന്നെ അത് കുറച്ച് ദിവസം കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പെട്ടെന്നൊരു ബ്രേക്കൗട്ട് മീൻസ് ഒരു നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് വന്നു. അതായത് കേഴ്സർ നമുക്ക് ഇവിടെ വയ്ക്കുമ്പോൾ കാണാം, ഏകദേശം ഇവിടെ നമുക്ക് പ്രൈസ് ചേഞ്ച് കാണാം. 509% പെട്ടെന്നൊരു ചേഞ്ചസ് വന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചസിൻ്റെ വാല്യൂസുകളൊക്കെ നമ്മൾ ഇനി എടുത്ത് പറയും. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്താമെന്നൊക്കെ ഞാൻ ഫിൽറ്ററിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് നമ്മളിവിടെ കണ്ടു. 509% ഇത് ചേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ദിവസത്തിനെ അപേക്ഷിച്ചിട്ട് വലിയൊരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഗ്രോത്ത് കാണുമ്പോഴും ഞാൻ മേടിക്കും. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ശതമാനം കണ്ടില്ല, 500% ഒരൊറ്റ ദിവസം കൊണ്ട് അത് പെട്ടെന്ന് കയറി. അപ്പോൾ നമുക്ക് മനസ്സിലൊന്ന് ആലോചിക്കുമ്പോൾ അറിയാം ഇതിനെന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വരാൻ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു ദിവസം പോലും ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു ടോക്കൺ പെട്ടെന്ന് അങ്ങ് കയറി നിൽക്കില്ല. ആ ഒരു ഡെയിലി ക്യാൻഡിലാണ് നമ്മളിവിടെ ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണം. അപ്പോൾ ഒരു ദിവസം കണ്ടിന്യൂസ്ലി അത് അപ് ട്രെൻഡിലായിട്ട് തന്നെ ആ ക്യാൻഡിൽ അങ്ങനെ ഗ്രീൻ ആയിട്ട് തന്നെ ക്ലോസ് ആയി. അപ്പോൾ അത്രയും നല്ലൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾ ടൈം ഹൈ അല്ല ഈ ഒരു ക്യാൻഡലിൻ്റെ ടോപ്പിൽ നിന്ന് മേടിച്ചാൽ പോലും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഷാഡോ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, 443%, 400% എബോവ് കയറി വന്നിട്ടുണ്ട്. നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഉള്ള കാര്യം പറഞ്ഞുതരാം. ഓൾ ടൈം ഹൈ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു, കണ്ടില്ലേ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ ഞാൻ മേടിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഒരു 100% പഠിക്കാം. ഈ ഒരു റേഞ്ചിൽ മേടിച്ചു. ഓക്കെ, ഈ റേഞ്ചിൽ മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയെന്ന് വിചാരിക്കുക. ഏകദേശം എത്ര കയറുന്നുള്ളൂ? വെറും 37% കയറുന്നത്. കണ്ടില്ലേ, 37% കയറുന്നത്. അതിനുശേഷം എത്ര ശതമാനം ഇറങ്ങി? 76% ഇറങ്ങി നിൽക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ലോസ് വരുന്നത്? ഇതൊരു ലോസ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടോക്കൺ ഇപ്പോഴും ഒരു ജെന്യൂൻ ആണ്, ഒരു ഹെൽത്തി മൂവ്മെൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ചെറിയ പോർഷൻസുകൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ 500 അപ്പോൾ ലോസ് വരുന്നതും ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങളൊരു ബ്രേക്ക് ആയതിനു ശേഷം ഒരു 100-200% ഉള്ളിൽ വരെ ബ്രേക്കായിട്ട് നിന്നാലും മേടിക്കുക. അതുപോലെ തന്നെ പെട്ടെന്നൊരു ക്യാൻഡിൽ സഡനായിട്ട് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പെട്ടെന്നൊരു ക്യാൻഡിൽ സഡനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഫിൽറ്ററിലോട്ട് ഞാൻ കിടക്കാം. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ മിനിമം ഒരു 400% മീതെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് ചാർട്ടിലുള്ള മൂവ്മെൻറ്റുകൾ ഞാനൊന്ന് കാണിച്ചു തന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, ഈ ഒരു ചാർട്ട് നമ്മുടെ ഡെക്സിൻ്റെ ആ ഒരു ഫിൽറ്റർ, ഞാൻ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പ്രകാരം വരാറുണ്ടായിരുന്ന ഒരു ടോക്കൺ ആയിരുന്നു. 3 ദിവസം കഴിഞ്ഞു, 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോക്കണാണ്. കണ്ടില്ലേ? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡ് ആകുമ്പോൾ നിങ്ങളത് മേടിക്കാണ്ടിരിക്കുക. ഞാൻ പണ്ട് മേടിച്ചിരുന്നു, അതും നല്ലൊരു ഓപ്ഷനൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് കുറച്ച് കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ അവിടെ ആ ഒരു ടൈമിൽ ഞാൻ മേടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എത്രത്തോളം കയറി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബൈ ചെയ്ത ആ ഒരു ലൈനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ബൈ ചെയ്ത സമയത്ത് അതിനുശേഷം ഏകദേശം എത്ര കയറിയ കണ്ടില്ലേ, 39-40% കയറി. അപ്പോൾ ഈ 40% എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും സെല്ല് ചെയ്യരുത്. കാരണം നമുക്കൊരു 500% അല്ലെങ്കിൽ ഒരു 400% മിനിമം കിട്ടിയാലാണ് നമുക്ക് പിന്നീടുള്ള ലോസൊക്കെ കവർ ചെയ്തിട്ടും പ്രോഫിറ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഏകദേശം 40% ഇത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മോശം കോയിനാണെന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ അത് തിരിച്ച് കയറാം. ഇതൊരു ഹെൽത്തി മൂവ്മെൻറ്റ് തന്നെയാണ് നിൽക്കുന്നത്. റഗ് ചെയ്യുന്ന ടോക്കണോ സ്കാം ആയിട്ടുള്ള ടോക്കണൊക്കെ ആണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒറ്റയടിക്കത് അതിന് സ്റ്റാർട്ട് ചെയ്ത പ്രൈസിനേക്കാളും താഴെ പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കണ്ടിന്യൂസിൽ കയറുന്ന ടോക്കണുകൾ മേടിക്കാണ്ട് ഒരു റിജക്ഷന് വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇതിപ്പോൾ ഒരു റിജക്ഷന് വെയിറ്റ് ചെയ്ത് കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും സഡനായിട്ടൊന്ന് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും മേടിക്കാം. അതായത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ ഇത് എത്രത്തോളം താഴെ വരുന്നുണ്ട് അവിടെ നിന്ന് ഒരു 400-500% ഒരു ദിവസത്തെ ക്യാൻഡിലിൽ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ ഇതിൻ്റെ ഫെയിൽ ആവുന്നതും മൂവ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പഠിപ്പിച്ച് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാലാണ് നിങ്ങൾക്ക് ആ ഡെക്സിൽ ഫിൽട്ടർ ചെയ്യുന്ന ടോക്കണുകൾ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള കണ്ടീഷൻസൊന്നും ഇല്ലാണ്ട് കാണുമ്പോൾ തന്നെ മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിവിടെ പറയുന്നത് ചാർട്ട് നോക്കിയിട്ട് മേടിക്കുന്ന കാര്യമാണ്. ചാർട്ട് നോക്കിയിട്ട് നമ്മുടെ കണ്ടീഷൻസ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കരുത്. കണ്ടീഷൻസ് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യണം. റഗ്ഗിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക. അതുപോലെ ബ്ലോക്ക് ചെയിനിൽ ഈ ഒരു ഡെവലപ്പർ ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റി ചെക്ക് ചെയ്യുക. പിന്നെ ട്വിറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ ട്വിറ്റർ പ്രൊഫൈൽ ഈ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാസം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ പറഞ്ഞു ഫ്രീസബിൾ മിൻറ്റബിൾ ആണോ ഇങ്ങനത്തെ ഓരോ സെക്ഷൻസുകളൊക്കെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഈ ചാർട്ടിലത്തെ ഈ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടല്ല മേടിക്കേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ട് വേണം. അങ്ങനെയൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇത് മേടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു ഒരു തോട്ട് നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ നമ്മളിത് മേടിക്കരുത്. അപ്പോൾ നമ്മൾ ദിവസം ചിലപ്പോൾ നമുക്ക് വളരെ കുറച്ച് കോയിൻസ് ആയിരിക്കും മേടിക്കാൻ പറ്റുക, അത് മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ എല്ലാ രീതിയിലും ചെക്ക് ചെയ്തിട്ട് ചാർട്ട് ഇപ്പോൾ നോക്കണത് എങ്ങനെയാണെന്ന്
ഞാൻ ഈ ഒരു എപ്പിസോഡിലാണ് പറഞ്ഞത്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എല്ലാം കൊണ്ട് നമ്മുടെ കണ്ടീഷൻസുകളും കാര്യങ്ങളൊക്കെ മാച്ച് ആണെന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇപ്പോൾ ഒരു ഡെവലപ്പർ 50% 60% ഒന്നും ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരുവിധം ആ ഒരു ഫിൽട്രേഷൻ നടത്തി, അതായത് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കൺസുകൾ മാത്രം മേടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ സേഫായി. പിന്നെ ഈ ഒരു ഡെവലപ്പർ ഇത്രയും ശതമാനം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോലും നല്ല ടോപ്പായിട്ട് കിടക്കുന്ന XRPയിൽ പോലും 55-45% കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല പ്രശ്നം, നമുക്ക് റഗ്ഗിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് മെയിനായിട്ടുള്ളൊരു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റഗ്ഗിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കൺസുകൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, അടുത്തതിലേക്ക് കടന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സക്സസ്സും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടിന്യൂസിലൊരു അപ് ട്രെൻഡാണെന്ന് പറഞ്ഞു, റിജക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് കണ്ടിന്യൂസിലൊരു അപ് ട്രെൻഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആയിട്ട് വരുമ്പോൾ ആദ്യം ഞാൻ വാങ്ങാറുണ്ട്. ചില സമയത്ത് സക്സസ് റേറ്റ് ഉണ്ട്, ചില സമയത്ത് ഇപ്പോൾ സക്സസ് റേറ്റ് കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് കാണിക്കണം. ഇത് ഇവിടെ സക്സസ് റേറ്റ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ദിവസം കഴിഞ്ഞു, അതായത് ഞാൻ കാണിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് 2.5 ദിവസമായി നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഇവിടെ നിന്ന് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ മേടിച്ചു ഏകദേശം ഇപ്പോൾ അത് എത്രത്തോളം ശതമാനം, 236% അത് കയറി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. 250% അത് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ഇനി കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആയിട്ട് മേടിക്കേണ്ട, അതിൻ്റെ സക്സസ് റേറ്റ് കുറച്ച് കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. മുമ്പൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റുകളൊന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതായത് കണ്ടിന്യൂസിൽ കയറി പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു, കയറി പോകാണ്ട് താഴത്തോട്ട് ഇറങ്ങിയിട്ട് ബൈ ചെയ്യുന്നതും നല്ലതാണെന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാനിവിടെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോക്കണിലോട്ട് കിടക്കാം. ഇത് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞു, അതായത് ഈ 3-ാമത്തെ ദിവസം ഇവിടെ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ മേടിച്ചില്ല, കാരണം നമുക്കൊരു താഴത്തോട്ടുള്ള ഒരു റിജക്ഷനൊക്കെ കിട്ടിയിട്ട് വീണ്ടും ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ താഴത്തോട്ട് വന്നു, കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, അവിടെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കായി, ഇവിടെ നിന്ന് ഞാൻ മേടിച്ചു. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ മേടിച്ചു ഏകദേശം എത്ര ശതമാനം കയറിയാൽ 126% മാത്രമേ കയറിയിട്ടുള്ളൂ. അതിനുശേഷം താഴത്തോട്ട് വന്നു. ഇതൊക്കെ ഒരു ഹെൽത്തി മൂവ്മെൻറ്റാണ്. നമ്മൾ സ്കാം നടത്താനുള്ള ചാൻസ് ഒക്കെ കുറവുള്ള ടോക്കണുകളാണ്. ഇത് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു പോയിന്റിൽ വീണ്ടും ഇത് കയറാനുള്ള ചാൻസ് ഉണ്ട്, കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോക്കണുകൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മേടിച്ച ഉടനെ തന്നെ നമുക്ക് 500% കിട്ടണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു മാസം പിടിക്കാം, 2 ആഴ്ച പിടിക്കാം, 1 ആഴ്ച പിടിക്കാം, 10 ദിവസം പിടിക്കാം. അതൊക്കെ നമ്മുടെ ഒരു ലക്കിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടെ നമുക്ക് സ്കാം ആയിട്ടുള്ളതും റഗ് പുള്ള് ചെയ്യാൻ പോകുന്ന കോയിനുകളിൽ നിന്നൊക്കെ നമ്മുടെ അവോയ്ഡായിട്ട് നല്ലൊരു കമ്പനിയുടെ ടോക്കണുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും, ഇത് ഏതെങ്കിലും ഒരു ടൈമിൽ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ഒരു എക്സ്ചേഞ്ചിലോട്ട് തന്നെ ചിലപ്പോൾ ലിസ്റ്റ് ആവാനുള്ള ചാൻസ് വരെ ഉള്ള ഒരു ടോക്കൺ ആയിരിക്കും. ഇതുപോലെ ഹിസ്റ്ററികൾ നമുക്ക് നമ്മുടെ ബൈനാൻസിലോട്ട് വരെ അല്ലെങ്കിൽ കുക്കോയിൻ ആയിക്കോട്ടെ അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിലോട്ട് വരെ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ട് ഒരു 6 മാസത്തിന് ശേഷം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഗ്രോത്ത്. എന്തിനേറെ പറയുന്നത്, നമ്മുടെ പെപ്പെ കോയിൻ എനിക്ക് തോന്നുന്നു 2021 ഉണ്ടായിരുന്ന ഒരു മീം കോയിനായിട്ട് വന്നതാണ്. ഏകദേശം 2 വർഷത്തിന് ശേഷം അത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതായത് അന്ന് ഒരു $100 ഒരു $50 മേടിച്ച ഒരാളിപ്പോൾ മില്യണർ ആയിട്ടുണ്ടാവും. അത്രയധികം ഒരു ചത്ത പോലത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത് കിടന്നിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് ഈ വർഷമാണെന്ന് അറിയില്ല, ജനുവരിയിലാണ് അത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളിവിടെ $4 $5 ടോക്കൺ മേടിക്കുന്നത്. അത് മേടിച്ചതിന് ശേഷം നമ്മളവിടെ ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യുക. നമുക്ക് ലോസ് വന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഫണ്ട് വെച്ചിട്ട് മാത്രം ഈ ഒരു മീം കോയിനിലായിക്കോട്ടെ ഡെക്സിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഡെക്സുകളിൽ കളിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ക്യാഷ് പോകണതിൻ്റെ തോത് കുറയ്ക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡിലും എല്ലാ എപ്പിസോഡുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കേണ്ട കാശ് വെച്ചിട്ടൊന്നും ഒരിക്കലും ഇവിടേക്ക് വരരുത്. നിങ്ങൾക്ക് പോയാലും പോട്ടെ എന്നുള്ളൊരു എമൗണ്ട് വെച്ചിട്ട് മാത്രം അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുക. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വരാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു എമൗണ്ട് വെച്ചിട്ട് അത് ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ ടോക്കണുകൾ മേടിച്ചിടരുത്, ഒരിക്കലും ചെയ്യരുത് അങ്ങനെ. അപ്പോൾ ഞാൻ അതിൻ്റെ റിസ്ക്കുകളും അതിൻ്റെ കാര്യങ്ങളും പറയുകയാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും കാണേണ്ട, അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഇവിടുന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് ടോക്കണുകളുടെ ചാർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയെന്നും മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ടോക്കണുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ ടോക്കണുകളൊക്കെ എങ്ങനെ കിട്ടി, എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്, ആ ഒരു കാര്യങ്ങളിലോട്ട് കിടക്കാം. അതിന് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഡെക്സ് ഫിൽറ്ററാണ്. പിന്നെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് സോഴ്സും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്
ഇതാണ് എൻ്റെ ഫിൽട്രേഷൻ. ഇതിൻ്റെ വാല്യൂസ് ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല ഇതിൻ്റെ URL ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആ URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് നമുക്ക് ഡയറക്റ്റ് കയറി വരും. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾ. അപ്പോൾ ഞാൻ പക്ഷേ ഈ കണ്ടീഷൻസ് പറഞ്ഞാലാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇന്നലത്തെ തന്നെ നമുക്ക് 24 അവേഴ്സിൽ 400% കണ്ടില്ലേ. അതായത് ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് 2 ദിവസത്തിന് മീതെ ആയിരിക്കണം. ആ 2 ദിവസം കഴിഞ്ഞിട്ട് 400% കയറണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതായത് ഒരു കറക്ഷനൊക്കെ വന്നിട്ട് വീണ്ടും പെട്ടെന്ന് ഒരു 400 ചേഞ്ചസ് അല്ലെങ്കിൽ 200 ചേഞ്ചസ് വരുന്ന ടോക്കൺസ് ആയിരിക്കണം എനിക്ക് വേണ്ടതെന്നുള്ളൊരു കണ്ടീഷൻസ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചില സമയത്ത് മാറ്റാറുള്ളത്, ചില സമയത്ത് ഇവിടെ 200 ഇടും, ചില സമയത്ത് 100% ഇടും. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ കേസിൽ ഞാൻ 400 ഡിഫോൾട്ട് ഇടുന്നത്. അപ്പോൾ 1 മില്യണിനുള്ളിൽ 15 മില്യൺ ഉള്ളിലുള്ള ആ ഒരു ടോക്കൺസുകൾ വന്നാൽ മതി. അതായത് മാർക്കറ്റ് ക്യാപ്പാണ് പറയുന്നത്. 1 മില്യണും 15 മില്യണും മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഉള്ളിലുള്ള ടോക്കൺസുകൾ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള എൻ്റെ ഡെക്സ് ഫിൽറ്റർ. 24 അവേഴ്സ് വോളിയം 500K വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടീഷൻസ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ആകെ 2 ടോക്കൺസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടോക്കൺസുകളുടെ ഏജ് നമുക്ക് കാണാം. ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് 7 ദിവസം, ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഒരു മാസത്തിന് മീതെ മാർക്കറ്റ് ക്യാപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. 12.1 മില്യൺ, 3.3 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്. ഇതിൻ്റെ ഇന്നത്തെ ചേഞ്ചസ് ഈ ഒരു ടോക്കണിന് 2868%, താഴത്തെ ഈ ഒരു ടോക്കണ് 22,300%-ഓളൊക്കെയാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ ഈ 2 ടോക്കണും ഞാൻ ഓരോ ടാബുകളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ 2 ടോക്കൺസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ടൈം ഫ്രെയിം 5 മിനിറ്റ് ഇട്ട് കാണിച്ചേക്കാണ് ക്യാൻഡിലിൽ നിങ്ങൾക്ക് ബൈ ചെയ്ത ഒരു പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ $4 ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടോക്കണും ഇവിടുന്ന് ഒരു $4 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള എൻ്റെ വാലറ്റ് അഡ്രസ്സാണ്. കാരണം ഇവിടെ ഞാൻ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ്, കൂടുതൽ ലോസുകൾ വരുന്ന ഒരു വാലറ്റ് അഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു രീതിയിൽ കോയിൻസുകൾ ബൈ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഇതാരും കണ്ടെത്തിയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇവിടെ കുറേ പരീക്ഷണങ്ങൾ ഞാൻ ഇപ്പോഴും നടത്തുന്ന ഒരു വാലറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പരീക്ഷണാടിസ്ഥാനം ഈ 2 ടോക്കൺസ് ഇന്നലെ മേടിച്ചിട്ടതാണ് കേട്ടോ. ഇത് ഇന്നത്തെ ദിവസമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ടോക്കൺസ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നമ്മുടെ ഫിൽറ്റർ പ്രകാരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നലെ നമുക്ക് ഇവിടെ നിന്നാണ് ഞാൻ മേടിച്ചത്. ഏകദേശം നമുക്ക് ഡേറ്റ് ഇവിടെ കാണുന്നുണ്ടാവും, December 3 ഇവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ December 4 കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ടോക്കൺസ് ക്ലൗഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 60%-70%-ഓളം താഴെ വന്നു. അതിനുശേഷം എന്താ ഇവിടെ കയറിയിട്ട് 79-80%-ഓളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 32% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോക്കൺ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് മാറ്റുന്നുണ്ടെന്ന്. ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് ഇവിടെ നിന്നൊക്കെ മേടിക്കേണ്ടതായിരുന്നു. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ മേടിച്ചിരുന്നുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ എനിക്ക് എടുക്കാൻ പറ്റേണ്ടതായിരുന്നു, മിസ്സായിപ്പോയി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ഒരു ടാബ് ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്നലെ ഒരു ടോക്കൺ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഞാനിത് മേടിക്കാനുള്ള കാരണം എന്തായിരുന്നു, ഈ ഒരു ടോക്കൺ ഇവിടെ ക്രിയേറ്റ് ആയി അതിനുശേഷം താഴത്തോട്ട് വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി. ഞാൻ നോക്കിയാൽ ഇവിടുന്ന് മേടിച്ചത് നോക്കിയാൽ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്ന് ടൈം ഫ്രെയിം ഒന്ന് കുറച്ച് കാണിച്ചു തരാം. ഞാൻ ക്യാൻഡിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബൈ ചെയ്ത ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത് എത്ര ശതമാനത്തോളം, ഏകദേശം 800-780% കയറി. ഞാൻ അത് സെല്ല് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരു 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡലിൽ ഒരു മാനിപ്പുലേഷൻ നടന്ന പോലെ ഒറ്റയടിക്ക് സഡനായിട്ട് 45 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ടൈപ്പിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ബോട്ടിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ ഈ ബോട്ടിനെ പറ്റിയിട്ടും ഓട്ടോമാറ്റിക് ബൈനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. അതൊക്കെ നമുക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല, ഇപ്പോൾ അതിൻ്റെ ആവശ്യം വളരെ കുറവാണ്. കാരണം ഭയങ്കര അപകടം പിടിച്ചതാണ് ഈ ബോട്ടുകളിൽ ബൈയിങ്ങും സെല്ലിങ്ങും. ഓട്ടോമാറ്റിക് ബോട്ട് കുറേ ഉണ്ട്, ട്രോജൻ ബോട്ട്, ബോങ്ക് ബോട്ട്, പിന്നെ ബുള്ളെക്സോ എക്സ് ബുൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപകടങ്ങളും ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജും പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് കവർ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് വരും വീഡിയോകളിൽ വരും എന്തായാലും അത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അത് എത്ര ശതമാനത്തോളം കയറി നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 258%, ഒരു 150% ഇപ്പോൾ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നമ്മൾ ബൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല, സെല്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഒരു ടോക്കൺ ഞാൻ ഇവിടുന്ന് പ്രോഫിറ്റിൽ ഇപ്പോൾ 150% വളരെ കുറവാണ്, ഒരു 400%-ൻ്റെ മീതയിലും വരണം സെല്ല് ചെയ്യാൻ. അത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതുവരെ ബൈയിങ്ങും സെല്ലിങ്ങും കാണിച്ചിട്ടില്ല. അപ്പോൾ ബൈയിങ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ റേഡിയത്തിലോട്ട് വരാം, radium.io/swap ഈ ഒരു URL-ലോട്ട് വരാം. ഓക്കെ, അവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു URL-ലോട്ട് വരാം. അതിനുശേഷം ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ വാലറ്റ് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. അത് കണക്റ്റഡ് ആപ്സിൽ റേഡിയോ ഇവിടെ കണക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാലറ്റ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നു. ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ URL കാണിച്ചു തരാം. radium.io/swap എന്ന് പറയുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ കയറി വന്നു. അതിനുശേഷം ഞാൻ കണക്റ്റ് വാലറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നവരൊന്ന് ജസ്റ്റ് നോക്കുക ഫാൻറ്റം വാലറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്, പ്ലേലിസ്റ്റ് കാണുക നിങ്ങൾ.
കണക്റ്റ് വാലറ്റ് കൊടുക്കുക, ഫാൻഡം സെലക്ട് ചെയ്യണു, അതിനുശേഷം ഒരു പോപ്പപ്പ് വരുന്നു, കണക്റ്റ് കൊടുക്കുന്നു. ഇത് ഫ്രഷ് ആയിട്ട് കണക്ട് ചെയ്യണവർക്ക് ചിലപ്പോൾ കൺഫേം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൂടി വരും, അതുകൊണ്ട് ജസ്റ്റ് കൺഫേം കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഈ ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടുന്ന് ഷോർട്ട് കീ വഴി കോപ്പി ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ടോക്കണിൻ്റെ പേരുമൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം, അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോക്കൺ നമ്മുടെ അതേ സെയിം പേര് ഇവിടെ വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം മാക്സ് കൊടുക്കുക, അതായത് എത്ര ക്വാണ്ടിറ്റിയാണ് സെല്ല് ചെയ്യേണ്ടത്, നമ്മൾ മേടിച്ചത് മൊത്തം സെല്ല് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും ഞാൻ 400% മീതെ കടക്കുമ്പോഴാണ് സെല്ല് ചെയ്യാറ്. അപ്പോൾ ഞാൻ മാക്സ് കൊടുത്തു, കണ്ടില്ലേ $10. ഞാനത് എത്ര ഡോളറിന് മേടിച്ചത്? $4 മേടിച്ചത്, കണ്ടില്ലേ, $4 മേടിച്ചു. $10 പ്രോഫിറ്റ്. ഏകദേശം എനിക്ക് 9.88 ഫീ ഒക്കെ കഴിച്ചിട്ട് ഏകദേശം 0.041 സൊളാന കിട്ടും. ഞാൻ എത്ര സൊളാനയ്ക്ക് മേടിച്ചത്? 0.018 വാങ്ങിയത്. 0.041 കിട്ടുന്നുണ്ട്, 18 അല്ല. അപ്പോൾ എനിക്ക് അത്ര സൊളാന ഇവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ സ്വാപ്പ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പോപ്പപ്പ് വരും, അവരെ ഫീ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. 0.003 ഫീ വരുന്നുണ്ട്. 0.003 ഫീ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 0.003 ഫീ വരുന്നുണ്ട്. സെല്ല് ചെയ്യുമ്പോഴും ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഫീ വരുന്നുണ്ട്. അപ്പോൾ 0.003 ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 0.003 ബൈ ചെയ്യുമ്പോഴും വന്നു, 0.003 സെല്ല് ചെയ്യുമ്പോഴും വന്നു. ചില സമയത്ത് 0.002 വരാറുണ്ട്. 2ഉം 3 ഒക്കെയാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നൊരു ഫീ. അപ്പോൾ നമ്മളൊന്നുകൂടി പ്രൈസ് അവിടെ ഈ സമയം കൊണ്ടൊന്ന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കൺഫേം കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇവരൊരു പോപ്പപ്പിൽ കാണിക്കും. ഓക്കെ, സ്വാപ്പ് കൺഫേം ആയിട്ടുണ്ട്, നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, 0.041 കിട്ടി. 0.18 മേടിച്ചത്. അപ്പോൾ ഞാൻ ഇനി ഫീനെ പറ്റിയിട്ട് പറയാം. ഇപ്പോൾ 0.003 ബൈ ചെയ്യാൻ വന്നിട്ടുണ്ട്, 0.003 സെല്ല് ചെയ്യാൻ വന്നിട്ടുണ്ട്. ബൈ ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അതായത് ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടോക്കണാണ് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു സ്വാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ സൊളാന വെച്ചിട്ടാണ് ഈ ഒരു ടോക്കൺ മേടിക്കുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ എത്ര സൊളാനയ്ക്ക് മേടിക്കുന്നത്? ഇപ്പോൾ 0.018 കൊടുക്കുക. ഒരു $4 മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ $4, $4.3 വരുന്നുണ്ട്. അതിനുശേഷം സ്വാപ്പ് കൊടുക്കുക. സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വരുമ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോക്കൺ കിട്ടും. അപ്പോൾ ഈ ഫീനെ പറ്റി പറയാം. 0.003 വന്നു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ ഒരു ടോക്കണ് ഉള്ള ബൈയിങ് സെല്ലിങ്ങും കൂടിയിട്ട് ഇത്രയും ഒരു എമൗണ്ട് വന്നു. ഇതിന് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 0.006 വന്നു ഇല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ഫീ വരുന്നുണ്ട്. ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇത്രയും ഫീ വരുന്നുണ്ട്. ബൈയിങ്ങും സെല്ലിങ്ങിനും കൂടിയിട്ട് ഫീ മാത്രം എത്ര വരുന്നതെന്ന് നമുക്ക് നോക്കാം. 0.006 ഞാനിവിടെ കൊടുത്ത് നോക്കണം. നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറിയിട്ട് 0.006 കൊടുക്കുമ്പോൾ ഏകദേശം കണ്ടില്ലേ, $1.43 ഇവിടെ ഫീ വരുന്നത്. ഇതാണ് ഡെക്സിൻ്റെ പ്രശ്നമല്ല, ഇവിടെ ഫീ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ എക്സ്ചേഞ്ചിലത്തെ പോലെ ഒന്നല്ല, നല്ല ഫീ വരും. മിനിമം $4 മേടിച്ചാലാണ് നമുക്കൊരു $3 നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫീ ഭയങ്കര ഹൈ ആണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരു 400-500% എടുക്കുക, പിന്നെ 100%-200% കാണുമ്പോൾ പ്രോഫിറ്റ് എടുക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും അത് കുഴപ്പങ്ങളിലോട്ട് വരുള്ളൂ. നമുക്ക് ഫീ കഴിക്കാനും നമ്മുടെ ലോസ് കവർ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ച് ടൈം കൂടുതൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കോയിൻ കണ്ടുപിടിക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളൂ, ഇനിയും കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ലെങ്തായി വരുന്നുണ്ടാവും. ടോക്കൺസുകൾ ഞാൻ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു ഇതിൻ്റെ മെയിൻ ഫിൽട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഫസ്റ്റത്തെ ഒരു വഴി ഇതിപ്പോൾ ഈ ഡെക്സ് ഫിൽറ്ററാണ്. ഇത് നിങ്ങൾക്ക് ഈ സോഴ്സ് കിട്ടി. ഇനി രണ്ടാമത്തെ സോഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ഫാൻഡം വാലറ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാണ് എൻ്റെ സെക്കൻഡ് മെത്തേഡ് ഞാൻ പറയുന്നത്. ഫാൻഡം വാലറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അതിനുശേഷം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസുകൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഓപ്ഷൻസിലോട്ട് വരിക. ഈ ഓപ്ഷൻസിലോട്ട് വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ലേ, ഒരു കോമ്പസിൻ്റെ പടം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഹൈലൈറ്റ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 3 ടോക്കൺസുകളുടെ ട്രെൻഡിങ് ടോക്കൺ എന്നുകൊണ്ട് കാണിച്ചു. ഈ 3 ടോക്കൺസുകൾ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എൻ്റെ കോയിൻസ് കണ്ടെത്തേണ്ട രണ്ടാമത്തെ ഒരു വഴിയാണ്. ഇവിടെ റിസ്മസ് എന്ന് പറഞ്ഞൊരു ടോക്കൺ ഇവിടെ കാണിക്കാറുണ്ടായിരുന്ന ടോക്കൺ തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് അവോയ്ഡ് ചെയ്തു. പുതിയതായിട്ട് ഏത് ടോക്കണാണ് കാണിക്കണമെന്ന് ഞാൻ ചെക്ക് ചെയ്യാറുള്ളത്. ഫാദർ എന്ന് പറഞ്ഞൊരു ടോക്കൺ, ലെംബോ എന്ന് പറഞ്ഞൊരു ടോക്കൺ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കണ്ടീഷൻസ് പ്രകാരം മാച്ച് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടോക്കൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മോർ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. വ്യൂ സോൾ സ്കാനറിലേക്ക് പോയി. ഓക്കെ, ഇനി അടുത്ത ടോക്കണോട് ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ലെംബോ എന്ന് പറഞ്ഞൊരു ടോക്കൺ കണ്ടു. മോർ ഓപ്ഷൻ എടുത്തു. വ്യൂ സോൾ സ്കാൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഫാദർ ഇങ്ങനത്തെ 2 ടോക്കൺസുകളൂടെ വന്നു. ഫാദർ, ലെംബോ, ഇത് ഇങ്ങനത്തെ 2 ടോക്കൺ വന്നു. ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടെ നിന്ന് എനിക്ക് കോപ്പി ചെയ്യാൻ കണ്ടില്ല. ടോക്കൺ അഡ്രസ്സ് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഏതെങ്കിലും ഒരു ടോക്കൺ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ URL ഈ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. മറ്റേതിൻ്റെ നമ്മൾ ഇവിടെ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ഡെയിലി ടൈം ഫ്രെയിം ഫസ്റ്റ് തന്നെ ഇട്ടുട്ടാ. അപ്പോൾ ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഏകദേശം 7 മണിക്കൂറായിട്ടുള്ളൂ. ഒറ്റയടിക്ക് ഞാനിത് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻസുകൾ ഇവിടെ മാച്ച് ആകുമ്പോൾ മാത്രമേ നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളല്ല, നമ്മൾ കോയിനുകൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് സോഴ്സ് കിട്ടുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. നമ്മുടെ കണ്ടീഷൻസ് പിന്നീട്
രണ്ടുള്ളത് മാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ലെമ്പോ വേണ്ട, നമുക്ക് ഇനി ഫാദർ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് പഴയതിൻ്റെ റീപ്ലേസ് ചെയ്തിട്ട് ഒന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതാണ് ചെയ്യാന്നുള്ളത്, അല്ലാതെ സെർച്ചിൽ വന്നിട്ട് കോൺടാക്ട് അഡ്രസ്സ് ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വരുന്ന ലിസ്റ്റിൽ ഇങ്ങനെ ഫസ്റ്റത്തെ സെലക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഏത് കോയിൻ്റെ പേജിലാണ് നിൽക്കണേ അതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു സൊളാനോ / കഴിഞ്ഞിട്ടുള്ള ഒരു കോൺടാക്ട് അഡ്രസ്സ് ഉണ്ടാവും. ഇതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫാദറിലോട്ട് വന്നു. നമ്മൾ ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ഇട്ടു. കണ്ടില്ലേ, 12 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് 48 മണിക്കൂറിന് ശേഷം തന്നെ ഇപ്പോൾ ഈ ഒരു ഫാൻറ്റം വാലറ്റിൽ ട്രെൻഡിങ് കണ്ടു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം 2 ദിവസത്തിന് ശേഷം തന്നെ കണ്ടിന്യൂസ് ഒരു അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മേടിക്കും. ഫാൻറ്റം വാലറ്റിൽ ഇതുപോലെ ട്രെൻഡിങ് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് റിജക്റ്റിന് വെയിറ്റ് ചെയ്യും. അത് എൻ്റെ ചില സമയത്ത് മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനത് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ സോഴ്സും കിട്ടി. ഫാൻറ്റം വാലറ്റിൽ നിങ്ങൾ വരിക, ഇവിടെ ആ ഒരു കോമ്പസിൻ്റെ പടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെൻഡിങ്ങിലായിട്ടുള്ള കോയിൻ കിട്ടും. ഇവിടെ എനിക്ക് പറയാനായിട്ട് റിസ്മസ് എന്ന് പറഞ്ഞൊരു ടോക്കൺ കണ്ടില്ല, ഈ അടുത്ത് ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുള്ളൊരു ടോക്കണാണ്. ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈവ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇതിൻ്റെ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, ഇവിടെ റീപ്ലേസ് ചെയ്തൊന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്ക് റിസ്മസ് എന്നുള്ള ടോക്കൺ ഇപ്പോഴും 17ാമത്തെ റാങ്കിൽ നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു ടോക്കണാണ്. കണ്ടില്ലേ, ഏകദേശം 90 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ടൊക്കെയാണ് കയറിപ്പോയത്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏകദേശം 1 മില്യൺ, ഇവിടെ 9-8 മില്യൺ വന്നു. ഓക്കെ, പിറ്റത്തെ ദിവസം ഒരു 3 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ 3 മില്യൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഇവിടെ ടോക്കൺ ഇങ്ങനെ ക്രിയേറ്റ് ആയി, അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി. കണ്ടില്ലേ, ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് നല്ല രീതിയിൽ കയറി വന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് മേടിച്ചു എന്ന് വിചാരിക്കുക. അതായത് എത്രയാണ്, ഒരു 1 മില്യൺ. ഓക്കെ, 1 മില്യൻ്റെ ആ ഒരു റേഞ്ചിൽ മേടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ 1 മില്യൺ മുതൽ 15 മില്യണാണ്. നമ്മൾ 1 മില്യൺ 1.5 മില്യൺ ഉണ്ട് ഇവിടെ. 1.5 മില്യൺ നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റ് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ പിറ്റത്തെ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ 400-360% ഇത് കയറി. നമ്മൾ പിറ്റത്തെ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തു. പിറ്റത്തെ ദിവസം സഡനായിട്ട് കയറിയതാണ്. നമ്മൾക്ക് ലോട്ടറി അടിച്ച പോലെ പെട്ടെന്ന് നമ്മൾ പിറ്റത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ 2500%. ഇതുപോലെ ഇടയ്ക്ക് നമുക്കൊരു ലോട്ടറി അടിക്കും. ഈ ഒരു ലോട്ടറിയിലൊക്കെയാണ് നമുക്ക് ഒരുപാട് ലോസ് റിക്കവറായിട്ടും ഞാനിങ്ങനെ കാണാമെന്നറിയോ. ഞാൻ പ്രോഫിറ്റ് കിട്ടുമ്പോൾ, അതായത് പെട്ടെന്ന് എനിക്ക് ചില സമയത്ത് 1500-2500% കിട്ടാറുണ്ട്. ഈ 2500% എന്ന് പറയുമ്പോൾ $5 വെച്ചിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500% അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ 5 + 2500% കിട്ടുന്നിരിക്കും. 5 + 2500% നമ്മളിവിടെ ഇടുന്നു, എന്നിട്ട് എൻട്രി ചെയ്യുന്നു. അപ്പോൾ $130 പ്രോഫിറ്റ് ഒറ്റയടിക്ക്. അത് നമുക്ക് ലക്കിന് ചില സമയത്ത് വരുന്നതാണ്. അപ്പോൾ എനിക്ക് മാസത്തിൽ ഇങ്ങനെ 2-3 വട്ടം കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ $130, $5 വെച്ചിട്ട് ഈ $130 നമുക്ക് എത്ര ട്രേഡുകൾ ഇനി എടുക്കാൻ പറ്റി? 16 ട്രേഡോളം എനിക്കുള്ള ഓപ്ഷൻസ് ഫ്രീ ആയിട്ട് കിട്ടി. അതായത് ഇനി എനിക്ക് 16 ട്രേഡിങ്ങിലേക്ക് വേണമെങ്കിൽ പോകാം. 16 കോയിൻസുകൾ എനിക്കിതുപോലെ മേടിക്കാൻ പറ്റും. ഈ 16 കോയിനുകളിൽ ഏതെങ്കിലും ഒരു 2 കോയിനോ 1 കോയിനോ ഒരു 500-1000% കയറി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ചാൻസ് കൂടി. വീണ്ടും എനിക്ക് ഒരു 1000% ഒരു ടോക്കൺ പെട്ടെന്ന് അങ്ങനെ കയറിപ്പോയി. എനിക്ക് 16 കോയിനുകൾ ഞാൻ വാങ്ങിയാൽ ഒരു കോയിനോ 2 കോയിനോ ഒരു 1000% പോയി. അപ്പോൾ ഞാൻ നോക്കി കാണിച്ചു തരാം. 1000% പോകുമ്പോൾ $55 പ്രോഫിറ്റ്. അതായത് എനിക്ക് 10 കോയിനുകൾ വീണ്ടും എനിക്ക് സ്ലോട്ടുകൾ ഓപ്പൺ ആയി. അങ്ങനെ വേണം നമ്മൾ ഇതിനെ കാണാൻ. ഞാൻ അങ്ങനെയാണ് കാണല്, നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര ഡോളറിനാണ് മേടിക്കുന്നത്, അപ്പോൾ ആ ഒരു ഡോളറിന് എനിക്ക് വീണ്ടും ഇനിയും കൂടിയും ട്രൈ ചെയ്യാൻ ഇത്രയും കോയിനുകളുടെ സ്ലോട്ട് കിട്ടി. അങ്ങനെ ഞാൻ കോയിനുകളുടെ എണ്ണം അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിൽ 500% എത്തുന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ലോട്ടറി അടിക്കുന്ന പോലെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ എനിക്ക് വീണ്ടും ടോക്കണുകൾ മേടിക്കാനുള്ള ചാൻസുകൾ അവിടെ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു $50-നും $100-നൊക്കെ $100-200 മിനിമം വേണം ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മാസം കൊണ്ട് തന്നെ നമുക്ക് $100 ഇപ്പോൾ എത്ര കോയിൻ മേടിക്കാൻ പറ്റും? 20 കോയിൻ. $200 നമുക്കൊരു 40 കോയിൻ വരെ $5 മേടിക്കാം. ഓക്കെ. അപ്പോൾ എനിക്കൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ 40 ആയിരിക്കില്ല, പിന്നെ എനിക്ക് 100 കോയിനുകളോളം ട്രൈ ചെയ്യാൻ പറ്റും. ഇതിലിടയ്ക്കൊക്കെ ചില കോയിൻസ് 10,000%. എനിക്ക് ആകെ ഒരു വട്ടം അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്. 10,000 അല്ല, 8,500% കയറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ലോട്ടറി കിട്ടുമ്പോൾ നമ്മുടെ സ്ലോട്ടുകൾ കൂടി പിന്നീട് നമുക്കൊരു 100-ഉം 200-ഉം 300-ഉം ടോക്കണുകൾ വരെ മേടിക്കാനുള്ള കാശ് കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മാസത്തിൽ 30-ാം തീയതി വരുമ്പോൾ ഞാനൊരു പ്രോഫിറ്റ് അന്ന് സെല്ല് ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പേഴ്സണലി ചെയ്യാറ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ട്രിക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് ടോക്കൺ എങ്ങനെയാണ് കണ്ടുപിടിക്കണത്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ ടോക്കൺ ക്രിയേറ്റ് ആയ 6 ദിവസത്തിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വരുമ്പോൾ മേടിക്കാനുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് എൻ്റെ
ഓരോ ഐഡിയാസുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫാൻറ്റം വാലറ്റ് വഴി നമ്മൾ ട്രെൻഡിങ്ങിൽ കണ്ടെത്തുന്നത് മനസ്സിലാക്കി, ഡെക്സിൻ്റെ ഫിൽറ്റർ പ്രകാരം എങ്ങനെയാണ് ടോക്കൺസ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ഒരു സോഴ്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആവുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ബോറടിക്കുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടെലിഗ്രാം ചാനലാണ്, ഫ്രീ ആണ്, അത് പെയ്ഡ് ആയിട്ടുള്ള ചാനലല്ല. സൊളാനോ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ കണ്ടില്ലേ, ന്യൂ ATH എന്നുകൊണ്ട് കാണാം. അതായത് എപ്പോഴും ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ ആ ടോക്കണുകൾ, ആ മീം കോയിൻ ആയിക്കോട്ടെ, ഡെക്സിലത്തെ സൊളാനോ എക്കോസിസ്റ്റത്തിലുള്ള ഏത് ടോക്കൺ ആയിക്കോട്ടെ ഇവിടെ വരും. ന്യൂ ATH എന്ന് പറഞ്ഞിട്ട് ഇതും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് അത്രയാണ് കറക്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിലും ചില സമയത്ത് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ നമുക്കിങ്ങനെ എന്നും കാണാം. ഇതിലിപ്പോൾ ഇന്ന് സമയം രാവിലെ വന്നിട്ടുണ്ട്, പിന്നെ രാവിലെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഇതിങ്ങനെ ഓരോ ടോക്കണുകൾ വരും. അതായത് ഓൾ ടൈം ഹൈ, ഇതിൻ്റെ കറൻറ്റ് മുമ്പത്തെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ടോക്കണുകൾ നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ കാണിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഞാനിവിടെ നോക്കുന്ന കാര്യങ്ങൾ നമുക്കിതിൽ കാണിക്കുന്നുണ്ടാവും. ന്യൂ മാർക്കറ്റ് ക്യാപ്പ് കണ്ടില്ലേ, ന്യൂ ATH എന്നുകൊണ്ട് പ്രൈസും ഉണ്ട്, ന്യൂ മാർക്കറ്റ് ക്യാപ്പ്, അതായത് പുതിയ മാർക്കറ്റ് ക്യാപ്പ്, അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് എത്ര മാർക്കറ്റ് ക്യാപ്പിലാണ് വന്ന് നിൽക്കണേന്ന്. അപ്പോൾ ഞാനിവിടെ വരുന്ന എല്ലാ ടോക്കൺസുകളും ചൂസ് ചെയ്യാറില്ല. ന്യൂ മാർക്കറ്റ് ക്യാപ്പിൽ 10 മില്യൺ താഴെയുള്ള ടോക്കൺസ്, ഇത് കണ്ടില്ലേ 15 മില്യൺ, ഇത് 20 മില്യൺ, ഇവിടെ 11 മില്യൺ ആയിട്ടുള്ള ഒരു ടോക്കൺ കാണിക്കുന്നുണ്ട്. ഇവിടെ 6 മില്യൺ ആയിട്ട് സാമി എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ, സാമി 1 എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ പേര് ഇവിടെ എല്ലാത്തിനും ഉണ്ടാവും. ന്യൂ ATH4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാത്തിനും കണ്ടില്ലേ, ന്യൂ ATH4 എന്ന് പറഞ്ഞിട്ട് ടോക്കണിൻ്റെ പേരുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടു 6.5 മില്യണോളം മാർക്കറ്റ് ക്യാപ്പ് കയറി ന്യൂ ഓൾ ടൈം ഹൈ ATH, അതായത് ന്യൂ ഓൾ ടൈം ഹൈ ബ്രേക്കായി നിൽക്കുന്ന ഒരു ടോക്കണാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു സാമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ BirdEye.com, BirdEye.so എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇത് നമ്മുടെ ഡെക്സ് സ്ക്രീനർ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് BirdEye.so/token/ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സാണ് പിന്നെയുള്ളത്. അത് ഞാനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് മാത്രം സെലക്ട് ആയി. അതിനുശേഷം കോപ്പി ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സിൽ പോയിട്ട് റീപ്ലേസ് ചെയ്യണം. പേസ്റ്റ് കൊടുത്തു. ഓക്കെ, സോറി, പേസ്റ്റ് കൊടുത്തപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. ഓക്കെ, ഞാൻ റീപ്ലേസ് ചെയ്തു, എന്നിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ആ സാമി 1 എന്നുള്ള ടോക്കൺ ഒറ്റയടിക്കാണ് കയറി വന്നു. കണ്ടില്ലേ, ഒറ്റയടിക്ക് കയറി വന്നു. എന്നിട്ട് നമുക്ക് നോക്കിക്കേ 7 മണിക്കൂറായിട്ടുള്ളൂ ഈ ഒരു ടോക്കൺ വന്നിട്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ആയതൊക്കെ കണക്കാണ്. മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 16K ഉള്ളൂ. അപ്പോൾ ചില സമയത്ത് ഇതിലിങ്ങനെ ഒരു ബഗ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് സോഴ്സുകളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു സോഴ്സ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരുപാട് എനിക്ക് ഇതിൽ നിന്നും നല്ല നല്ല ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 20 മില്യൺ, 14 മില്യൺ. ഓക്കെ, നമ്മളിത് നേരത്തെ മേടിച്ച് സെല്ല് ചെയ്ത ടോക്കണാണ് കേട്ടോ, 14 മില്യൺ. ഈ ഒരു ടോക്കണിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. ഞാൻ ഇതിലൊരു കാര്യം പറയാൻ മിസ്സായിപ്പോയി. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം, ഇതിൽ 5 മില്യൺ ആയപ്പോഴാണ് ഞാൻ ഈ ടോക്കൺ മേടിച്ചത്. നമ്മൾ സെല്ല് ചെയ്ത് ഏകദേശം 13 മില്യൺ. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് $4 നമ്മൾ ഇരട്ടിയാക്കിച്ചു. നമുക്ക് ഇനിയിപ്പോൾ വേറൊരു ടോക്കൺ നോക്കാം. MUR എന്ന് പറഞ്ഞിട്ടൊരു ടോക്കൺ 6 മില്യൺ കാണുന്നുണ്ട്. ഓൾ ടൈം ATH ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം, ഉറപ്പില്ല. ഓക്കെ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ URL നമ്മളിത് MUR എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ 99K ഉള്ളൂ. അതായത് ഇതെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്കണുകളൊക്കെ ക്രിയേറ്റ് ആവുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ 7 മില്യണിലോട്ട് വരെ കയറി വന്നു. അവർ പറഞ്ഞ പോലെ തന്നെ 6 മില്യണിലോട്ട് കയറി വന്നു. പക്ഷേ ഇതൊക്കെ ന്യൂ ബോൺ ബേബീസാണ്. ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് കുറച്ച് പ്രായമുള്ള കുട്ടികളെ മതി. നമുക്ക് കുറച്ചുകൂടി നോക്കി നോക്കാം, വേറെയും വരും. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഓക്കെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതിൽ ഇപ്പോഴും തന്നെ അധികം വരില്ല, പക്ഷേ ഇതിൽ വരുന്നതൊക്കെ ഒരു നല്ലതാണ്. PLS എന്ന് പറഞ്ഞിട്ട് ടോക്കൺ വന്നു. അതിൻ്റെ ലാസ്റ്റത്തെ ഒരു കോൺടാക്ട് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ റീപ്ലേസ് ചെയ്ത് എൻ്റർ ചെയ്തു. ഓക്കെ, എൻ്റർ ചെയ്തപ്പോൾ 739K. ഇതുപോലെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ടോക്കണാണ്. കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ടൊക്കെ നടന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നത് നമുക്കൊരു ഡേറ്റ്, അതായത് ക്രിയേറ്റ് ആയ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം താഴത്തോട്ട് ഇറങ്ങി വന്നു, പിന്നെ കൺസോൾഡേറ്റ് ചെയ്തു, വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്ന ടോക്കണുകളാണ് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് 12 മില്യൺ ആണ്. നമുക്കൊരു 10 മില്യൺ താഴെയുള്ളത് ഒരു 11 വരെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ 9.3. ഇത് കുറച്ച് നോക്കി നോക്കട്ടെ. ഇതിൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് അല്ല കേട്ടോ, പ്രൊഫൈൽ അപ്ഡേറ്റ് ഇല്ല. ഞാൻ ഒറ്റയടിക്ക് നോക്കിയപ്പോൾ മനസ്സിലായതാണ്. നമുക്ക് മറ്റുള്ള ടോക്കണുകൾക്കൊക്കെ പ്രൊഫൈലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ട്വിറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പ്രൊഫൈൽ അപ്ഡേറ്റഡ് അല്ല, അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ഞാനത് മേടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. വേറെ വല്ല ടോക്കൺസുകൾ വരുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇന്നലത്തെ ദിവസത്തേലാണ് നിൽക്കുന്ന XRP പെപ്പെ എന്ന് പറഞ്ഞൊരു ടോക്കൺ. ഇത് ഇന്നലെ ഡിസംബർ 3 ഇന്നലത്തെയാണ് കേട്ടോ. ഞാനൊന്ന് ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊക്കെ ക്രാഷായി. ഒറ്റയടിക്ക് നമുക്ക് കാണാം. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഇവരിവിടെ പറഞ്ഞത് 7 മില്യൺ ആണ്, 7 അല്ല 6.5 മില്യൺ ആണ്. ഒറ്റയടിക്ക് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ മാസ്ട്രോ എന്ന് പറഞ്ഞൊരു ടോക്കൺ 6.5 മില്യൺ, 6 മില്യൺ
അപ്പോൾ ഞാൻ അതൊന്ന് ഇവിടെ റീപ്ലേസ് ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് സോഴ്സ് ഞാൻ കണ്ടെത്തുന്നത്. 1 മില്യണിലാണ് നിൽക്കുന്നത്, 6 മില്യണിലല്ല. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലായത് താഴത്തോട്ട് ക്രാഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ നോക്കിയാലൊന്നും കിട്ടിയില്ല, പക്ഷേ ഇത് അതുകൊണ്ട് മോശമല്ല. അപ്പോൾ ഇതിൽ അടിപൊളിയായിട്ടുള്ള ടോക്കൺസുകൾ ഇടയ്ക്ക് വരും, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം ആകെ ഒരു 10 ടോക്കൺസ് ഒക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ ടോക്കൺസും ഒന്ന് കയറി നോക്കി നോക്കാൻ. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ സോഴ്സും ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഞാൻ എന്തൊക്കെ ഫാക്ടറുകൾ വെച്ചിട്ടൊക്കെയാണ് ടോക്കൺസുകൾ ബൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നാലാമത്തെ ഒരു ചെറിയൊരു സോഴ്സ് കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ചെറുതാണ്, റേഡിയത്തിൻ്റെ ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞാലാണ് എളുപ്പം. ഇതിൽ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ, ഇതിൽ 30 റാങ്കിങ്ങിൽ വരെ നോക്കാം. 30 ട്രെൻഡിങ്ങിൻ്റെ ലിസ്റ്റിലാണ് കിടക്കുന്നത്. ഈ 30 ട്രെൻഡിങ്ങിൽ ലിസ്റ്റിൽ കിടക്കുന്നതിൽ ഞാൻ നോക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജിലേക്ക് ഞാൻ വരും. എന്നിട്ട് ഞാൻ 7 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ, എനിക്ക് വേണ്ടത് എന്താ, ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കൺസ്. ഓക്കെ, 3 മണിക്കൂർ, 11 മണിക്കൂർ, 15 മണിക്കൂർ, കണ്ടില്ലേ, ഇതൊക്കെ ചിലപ്പോൾ റഗ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉള്ള കോയിനുകൾ മാത്രമാണ്. ഇവിടെ ഒരു ടോക്കൺ കണ്ട് 7 ദിവസത്തെ, കണ്ടില്ലേ, ഈ ഒരു ടോക്കണാണ് നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ഇന്നലെ എടുത്തത്. ആ ടോക്കൺ തന്നെ സെയിം ഓടൊക്കെ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെയാണ് ടോക്കണിൻ്റെ ഏജ് കാണുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുന്നത്. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. 6 മണിക്കൂർ, 1 മണിക്കൂർ, 10 മണിക്കൂർ, 6 ദിവസം. ഓക്കെ, ALCH എന്ന് പറഞ്ഞൊരു ടോക്കൺ വന്നിട്ടുണ്ട്. 6 മണിക്കൂറിൽ 6 ദിവസം മുന്നത്തെ ടോക്കണാണ്. 63 മില്യൺ മാർക്കറ്റ് ക്യാപ്പാട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കയറിപ്പോയി, കണ്ടില്ലേ. ഇത്രയും വലിയ മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 100% എടുക്കണമെങ്കിൽ പോലും ഈ 63 മില്യൺ ഡബിൾ ആവണം, ഏകദേശം 120 മില്യൺ മീതെ വരണം. അപ്പോൾ അത് ഞാനത് അവോയ്ഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മളെ ഇവിടെ ഈ ALCH 13-ാമത്തിലെത്തി. 30 വരെ നമ്മൾ പോവും. പിന്നെ 23 മണിക്കൂർ, 11 മാസം, ക്രിസ്മസ്. ഓക്കെ, നമ്മൾ നോക്കിയതാണ്. പിന്നെ 6 ദിവസം ഗ്രിഞ്ച് എന്ന് പറഞ്ഞൊരു ടോക്കൺ, 6 ദിവസം 4 മില്യൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 4 മില്യൺ ഉള്ളൂ, 6 ദിവസം ആയിട്ടുണ്ട് പ്രായം. 21-ാമത്തേൽ വരെ നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് 30 വരെ പോവാം. ഗ്രിഞ്ച് ഓക്കെ, 21-ാമത്തെ റാങ്കിലൂടെ കിടക്കുന്നത് കണ്ടു, 4 മില്യൺ ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് പിന്നെയും മേടിക്കാം. പക്ഷേ അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ തന്നെ എത്ര മില്യണായി, 20 മില്യണായി. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് അധികം ഇല്ല. എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഞാൻ ഇനി അടുത്തേക്ക് പോവാണ്. ഗ്രിഞ്ച് ഇവിടെ ഓക്കെ 21-ാമത്തിൽ കണ്ടു. പിന്നെ 5 ദിവസം പ്രായമുള്ള ടാവോ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് മുന്നേ. ഓക്കെ, ഇത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ളൊരു ടോക്കൺ അങ്ങോട്ടാണ്. ഓക്കെ, ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ടോക്കണാണ്, കണ്ടില്ലേ. നമുക്ക് ഇങ്ങനെ ഓൾ ടൈം ഹൈ ബ്രേക്കായി കണ്ടിന്യൂസിൽ പോകുമ്പോൾ ഞാൻ മേടിക്കാറില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മേടിക്കാറില്ല. പക്ഷേ പണ്ട് മേടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ മേടിച്ചിരുന്നെങ്കിൽ ഏകദേശം ഇപ്പോൾ അതിൽ പ്രോഫിറ്റ് കയറിപ്പോയേനെ, കണ്ടില്ലേ. ഇങ്ങനെയാണ് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ചാൻസ് കൂടി വരുന്നത്. ഏകദേശം 250% വരെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മേടിക്കില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മേടിക്കില്ല. എനിക്ക് എപ്പോഴും ഒന്ന് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോഴാണ് എൻ്റെ ഒരു സമയം വരുന്നത്. അപ്പോൾ നമ്മൾ 23-ലെത്തി. നമുക്കിതാ ഇത് NIC.exe ഈ ടോക്കൺ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നമ്മുടെ ഡെക്സ് ഫിൽറ്റർ പ്രകാരം ഈ ഒരു ടോക്കൺ ഞാൻ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. NIC എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ 25-ാമത്തെ റാങ്കിൽ കിടക്കുന്നുണ്ട്, 1 മില്യൺ ഉള്ള മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം അവിടെ ആ ഒരു ഫിൽറ്ററിൽ നമ്മുടെ വന്നിട്ടുണ്ട്. 11,200% കയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാസം പ്രായമുള്ള ഒരു ടോക്കണാണ്. അപ്പോൾ നമുക്ക് NIC എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഇവിടെ വന്ന് ഞാൻ ന്യൂ ടാബിൽ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ എവിടം വരെ കയറിയിട്ടുണ്ടായിരുന്നു, 202K വരെ കയറിയിട്ടുണ്ടായിരുന്ന ടോക്കണാണ്. നമുക്കിത് ഇന്നലത്തെ ദിവസം ഈ ഒരു ടോക്കൺ കാണിച്ചിരുന്നെങ്കിൽ, ഓക്കെ, ഇന്നലത്തെ ദിവസം ഇത് കാണിക്കില്ല, നമുക്ക് മിനിമം 1 മില്യണെങ്കിലും എത്തുമ്പോഴാണ് കാണിക്കുക. ഓക്കെ, ഇവിടെ 1 മില്യൺ വരെ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഡിക്റ്റേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ചിരുന്നെങ്കിൽ ഏകദേശം ഒരു 147% വരെ കയറിയിട്ട് ഇപ്പോഴും ഈ 14-15% കയറി നിൽക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. ഇതിപ്പോൾ നിങ്ങൾ പോയി മേടിക്കാനല്ല പറയുന്നത്, ഇത് നമുക്ക് മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്ക് മേടിക്കാനുള്ള ഒരു അവസരം വന്നു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു മാസം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്വിറ്റർ പ്രൊഫൈലാണോ, നമുക്കിതിൽ ഓഡിറ്റ് മിൻറ്റ് ഫ്രീസബിൾ ആണോ മിൻറ്റബിൾ ആണോ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് സേഫ് ആണെന്ന് മനസ്സിലായി. കോപ്പി ചെയ്തിട്ട് നമ്മൾ റഗ് ചെക്കിൽ പോയിട്ട്, ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരോടാണ് പറയുന്നത്, കണ്ടിട്ട് മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാം. റഗ് ചെക്കിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ റഗ് ചെക്ക് ചെയ്യണ ആ ഒരു ഇതിൽ പോയിട്ട് കോൺടാക്ട് അഡ്രസ്സ് കൊടുത്തിട്ട് ഒന്ന് റഗ് ചെക്കിൽ പോയി നോക്കി നോക്കും. കോപ്പി കാറ്റ് ആണോ മ്യൂട്ടബിൾ ഡാറ്റ ആണോ അങ്ങനെ വേറെ എന്തെങ്കിലും റിസ്ക് വാർണിംഗ് ഉണ്ടോ എന്ന് നോക്കി നോക്കും. അതിനുശേഷം നമ്മൾ സോളാനോൻ്റെ എക്കോസിസ്റ്റത്തിലുള്ള ആ ബ്ലോക്ക് ചെയിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട്, അതായത് solscan.io ആ ഒരു വെബ്സൈറ്റിൽ ആ ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് ഇവരെ കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് ഡെവലപ്പർ ഇത് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. ഡെവലപ്പർ ഇത് ഹോൾഡ് ചെയ്തതിന് ശേഷം സെല്ല് ചെയ്തോ, പിന്നെ ഇവരെ ട്വിറ്റർ പ്രൊഫൈൽ എത്രത്തോളം ആക്റ്റീവാണ്, വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ടോ, യൂസേഴ്സ് ഫോളോവേഴ്സ് കൂടുതലാണോ, ഇവരിടുന്ന പോസ്റ്റുകൾ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ പോസ്റ്റുകൾക്ക് റെസ്പോണ്ട് ഉണ്ടോ ട്വിറ്ററിൽ, അതുപോലെ ലൈക്ക് ഉണ്ടോ, കമൻറ്റ് ഉണ്ടോ, ഇതൊക്കെ നോക്കും. ഇതൊക്കെ ഇപ്പം നമ്മുടെ ഈ ബേസിക്കായിട്ട് ഒരു കണ്ടീഷൻ മാത്രമേ മാച്ച് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടീഷൻസുകളൊക്കെ ചകഞ്ഞ് നോക്കി എല്ലാ ഭാഗത്തും നമ്മൾ സ്കാൻ ചെയ്തിട്ട്
ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് മേടിക്കും. എന്നിട്ടും ലോസ് വരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ലോസ് വന്നതെന്ന് നമുക്കൊന്ന് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടതോടെ കുറേ കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ കവർ ചെയ്യാനുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു എപ്പിസോഡ് കൂടിയിട്ട് നമുക്ക് 85% നമ്മുടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇനി മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടോക്കണുകൾ നോക്കിയിട്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആകുന്നതോടെ നിങ്ങൾക്ക് ഇനി മുതൽ ധൈര്യമായിട്ട് മേടിക്കാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഉള്ള അറിവുകളുടെ ഒരു 90% പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു 80-85% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇത് കൺക്ലൂഷനിൽ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് പ്ലാനുകളെ കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾക്കൊരു GTA ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നമ്മൾ സ്വന്തമായിട്ടൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ കോൺട്രവേഴ്സികളും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാളത്തെ ഒരു എപ്പിസോഡോട് കൂടി ഒരു 90% കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു എപ്പിസോഡും കൂടി ഉണ്ടാവും. അങ്ങനെ നമുക്കൊരു മൊത്തം ഒരു 6-7 എപ്പിസോഡ് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഡെക്സിലെ ഒരുവിധം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയാത്ത ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. അതൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായതിന് ശേഷം നമ്മുടെ ചാനലിലൂടെ ഞാൻ അതൊക്കെ അറിയിക്കും ഗൈസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുള്ളി നല്ല രീതിയിൽ വലിയൊരു കഥ പോലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കമൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, നിങ്ങൾക്ക് മനസ്സിലായി നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കണമെന്നൊക്കെ ഒരുവിധം കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റും ആ പ്ലേലിസ്റ്റിലത്തെ എല്ലാ വീഡിയോകളും നിങ്ങൾ ഉറപ്പായിട്ടും കാണണം ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തരാനായിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.